പ്രൈസലോ ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ സന്ദർഭത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവവചനമായി നിങ്ങളുടെ നടുവിലായിരിക്കാൻ ദൈവം തന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തു യേശുവിൽ എല്ലാവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ആഭരണം ധരിക്കുകയോ വേണ്ടയോ എന്നുള്ള വിഷയത്തെ കുറിച്ച് ഒരു വചനചിന്ത നിങ്ങളോട് ഷെയർ ചെയ്യാനിടയായി. അതിൽ അനുകൂലമായി പ്രതികരിച്ചുകൊണ്ടും ഓരോ വ്യക്തികൾ മുന്നോട്ട് കടന്നു വന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ചില വചനഭാഗം കൂടി ധ്യാനിപ്പാൻ കർത്താവിൻ്റെ അടുത്ത് വരുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നാം വചനം പഠിപ്പിക്കുന്ന സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന്. ദൈവവചനത്തിലൂടെയാണ് നാം സത്യത്തെ തിരിച്ചറിയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവവചന ചിന്തയിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ചിലരുടെ ചിന്തകളും അപ്പോൾ തന്നെ ചോദ്യങ്ങളുണ്ട്. പെന്തക്കോസ്തിൽ ആഭരണം വർജിക്കപ്പെട്ടത് പഴയകാല അപ്പച്ചന്മാരുടെ തിയറിയാണോ, അവർക്ക് അബദ്ധം വന്നതാണോ എന്നൊക്കെ ചിന്തിക്കുന്നതുണ്ട്, പറയുന്നവരുണ്ട്. പക്ഷെ ദൈവവചനം നമുക്ക് വ്യക്തമായി പഠിക്കുമ്പോൾ ചില ആഴമേറിയ സത്യങ്ങൾ ചിന്തിക്കാതിരിക്കാൻ കഴിയത്തില്ല. പിതാക്കന്മാരുടെ കാലത്ത് അഥവാ പുതിയ നിയമ കാലഘട്ടത്തിലും പഴയ നിയമ കാലഘട്ടത്തിലും ആഭരണം ഉപേക്ഷിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിൽ ആധികാരികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച കാരണത്താൽ അവർ പാപികളായും മാറ്റപ്പെട്ടു. ദൈവ തേജസ് അവർക്ക് നഷ്ടമായി. ആ നഷ്ടപ്പെട്ടുപോയ തേജസ്സിനെ തിരിച്ചു നൽകാൻ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നു. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു യാഗമായി തീർന്നു. അതിനുശേഷം ഗലാത്യ ലേഖനം 3:27 പറയുന്നു, ക്രിസ്തു യേശുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റ നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുണ്ട്. അഥവാ സ്നാനത്തിലൂടെ ആ നഷ്ടപ്പെട്ട തേജസ്സിൻ്റെ വസ്ത്രം, ക്രിസ്തുവാകുന്ന വസ്ത്രം നാം ധരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ ആഭരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലാണ്. പിന്നെ എവിടെ നിന്നാണ് ഈ ആഭരണത്തിൻ്റെ കാര്യങ്ങൾ കയറി വരുന്നത്? ദൈവ സാന്നിധ്യത്തിൽ അഥവാ തേജസ്സിലാണ് മനുഷ്യനെ സൃഷ്ടിച്ച് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ മറുഭാഗത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. ആ സന്ദർഭത്തിലാണ് കെരൂബിനെ സൃഷ്ടിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ വീണുപോയ ദൂതന്മാർ, സാത്താൻ, ശത്രു എന്നും അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലൂസിഫർ എന്നൊക്കെ സംബോധന ചെയ്യുന്ന സാത്താനെ ദൈവം സൃഷ്ടിച്ചു. സാത്താനായിട്ടല്ലേ സൃഷ്ടിച്ചത്, അദ്ദേഹത്തെ ദൂതനായിട്ടാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധി, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന ദൂതനായിരുന്നു. ഒരു നാൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, ആ ദൂതൻ്റെ ഉള്ളിൽ ഉണ്ടായ നിഗളം കാരണം ഞാൻ ദൈവത്തിന് സമനാകുമെന്നൊക്കെ പറഞ്ഞ് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും. ആ കാരണത്താൽ ദൈവം അവനെ വെട്ടി ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. അങ്ങനെ ദൈവത്തിൻ്റെ എതിരാളിയായി, ശത്രുവായി സാത്താനായി വിളിക്കപ്പെട്ടു. അതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ദൂതന്, വീണുപോയ ദൂതന് ദൈവമായിട്ടുള്ള സമ്പർക്കം ഒന്നും കിട്ടാതെ വന്നു. ദൈവത്തിൻ്റെ എതിരാളിയായി മാറി. തനിക്ക് നഷ്ടപ്പെട്ട സ്ഥാനം ഇപ്പോൾ ദൈവം മനുഷ്യന് നൽകി. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. വെയിലാറുമ്പോൾ കർത്താവ് ഇറങ്ങി വരാറുണ്ട് തോട്ടത്തിൽ. ഇതിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഉപായത്താൽ സാത്താൻ, സർപ്പം
ഹവ്വയെ ചതിച്ചെന്ന്. ആ ചതിയിൽ അകപ്പെട്ടാണ് ഇവർക്ക് ദൈവ തേജസ് നഷ്ടപ്പെടുന്നതും ദൈവം കൽപ്പിച്ച ചെയ്യരുതെന്ന് പറഞ്ഞ് തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം തിന്നത് കാര്യമൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അന്നു മുതൽ പിശാച് ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ, ദൈവത്തിൻ്റെ സാദൃശ്യം സ്വരൂപം നഷ്ടപ്പെട്ട മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലേക്കും തൻ്റെ സ്വരൂപത്തിലേക്കും അവൻ വലിച്ച് ഇടച്ചു കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ അവൻ്റെ സാദൃശ്യം സ്വരൂപം എന്ന് പറയുന്നത് അവനെ ദൈവം ഉണ്ടാക്കിയത് യെഹെസ്കേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന് 28-ാം അധ്യായം നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. യെഹെസ്കേലിൻ്റെ പുസ്തകം 28-ാം അധ്യായം അതിന് 11 മുതലുള്ള വചനങ്ങൾ ഈ ദൂതനെ അഥവാ കെരൂബനെ സൃഷ്ടിച്ച വിധത്തെക്കുറിച്ച് കൊടുത്തിരിക്കുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃക മുദ്രയാകുന്നു, നീ ജ്ഞാന സമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീത രത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിൽ ഉള്ള തടകങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. അപ്പോൾ ഇവനെ ദൈവം സൃഷ്ടിച്ചത് രത്നങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അവൻ്റെ സാദൃശ്യം സ്വരൂപം രത്നങ്ങളാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനെ പിശാച് അവൻ്റെ സാദൃശ്യത്തിലേക്കും സ്വരൂപത്തിലേക്കും വലിച്ചിഴക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവനെ ഏത് വിധത്തിൽ ഉണ്ടാക്കിയോ ആ സാദൃശ്യത്തിലേക്ക്, ദൈവം തൻ്റെ സാദൃശ്യത്തിലേക്കാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പൊന്നുകൊണ്ട് വെള്ളിയൊന്നും കൊണ്ടെല്ലാം വചനം പഠിപ്പിക്കുന്നു, നിലത്തെ പൊടിയെടുത്താണ് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ സാത്താൻ അവൻ്റെ സാദൃശ്യത്തിലേക്കും സ്വരൂപത്തിലേക്കും മനുഷ്യനെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. ഇന്നൊന്ന് എടുത്തു പറയട്ടെ, ഏത് കാര്യത്തിലാണ് പൊന്ന് ഉപയോഗിക്കാതെ ഉള്ളത്? ഒരു മനുഷ്യൻ ഉദരത്തിലിരിക്കുമ്പോൾ, കുഞ്ഞ് ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ചിലർ സ്വർണം ഉരച്ചു കൊടുക്കാറുണ്ട്. ജനിച്ചു കഴിഞ്ഞ 28-ൻ്റെ അന്നും അല്ലാതെയും സ്വർണം കെട്ടാൻ തുടങ്ങി. പിന്നെ എന്തിനേറെ പറയുന്നു, ഓരോ കാര്യത്തിനും സ്വർണം വെച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. അതില്ലാതെ ഒരു ജീവിത അനുഭവമില്ല. എന്തിനേറെ പറയും, വിവാഹം പോലും നമുക്കറിയാം, പലരും പ്രാർത്ഥിച്ചു കൊടുക്കുന്നവരുണ്ട്, താലിമാല. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് വന്നെത്തി. ഒരു വീട് പണിയുമ്പോൾ നോക്ക്, ഒരു വീട് പണിയാൻ അടിസ്ഥാനം ഇടുമ്പോൾ തന്നെ കല്ലിൻ്റെ അടിയിൽ ചിലർ ഒരു പൊന്ന് കൊണ്ട് വയ്ക്കാറുണ്ട്. കട്ടള വയ്ക്കുമ്പോൾ നോക്ക്, അവിടെ ചിലത് കൊണ്ട് വയ്ക്കാറുണ്ട്. ചിലത് മേശരിമാർ തന്നെ അവർ കാണാതെ എടുത്തുകൊണ്ടങ്ങ് പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ പിശാച് അവൻ്റെ സാദൃശ്യത്തിലേക്ക് എല്ലാം അവനെ എന്തോന്ന് കൊണ്ട് ഉണ്ടാക്കിയോ അതിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ പിതാക്കന്മാരുടെ കാലം മുതൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, യാക്കോബ് തൻ്റെ മക്കളിൽ നിന്നെല്ലാം അവരിൽ നിന്നെല്ലാം ഇതെല്ലാം കുണുക്കി ഇതെല്ലാം മേടിച്ച് കരുവാലത്തിൻ്റെ കീഴിൽ കുടിച്ചിട്ടത് മനസ്സിലാക്കാൻ കഴിയുന്നു. വെറുതെ അല്ല കുടിച്ചിട്ടത്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായ വെളിപ്പാട്. അപ്പോൾ ആ ഒരു ആഴമേറിയ വെളിപ്പാടും സത്യം മനസ്സിലാക്കുമ്പോൾ നാം അതിനെ വർജിച്ച് തുടങ്ങും. തുടർന്ന് നമുക്കറിയാം, ഈജിപ്തിലെ ഇസ്രായേലിനെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ദൈവം തന്നെ പറഞ്ഞ മോശയോട് കൽപ്പിച്ചു, മിസ്രൈമ്യരോട് പറയാൻ പറ പൊന്നാഭരണങ്ങളും, ഇസ്രായേലിനോട് പറയാൻ പറഞ്ഞു പൊന്നാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും അവിടെ ചെന്ന് ചോദിക്കാൻ. അവരെല്ലാവരും അവിടെ ചെന്ന് ചോദിച്ചു. യഹോവ ഒരു ഭീതി അയച്ചു, അവരെല്ലാം കുണുക്കുകളെല്ലാം വാരി കൊടുത്തു. അതുകൊണ്ടെല്ലാം ഓടി വരുന്ന സന്ദർഭത്തിൽ
തിരുവെടുത്ത് പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. മോശയോട് ദൈവം പറഞ്ഞ, ഇനി ഈ ജനത്തെ നടത്താൻ ഞാൻ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും തരും, അത് പ്രാപിക്കാൻ നീ സീനായി മലയിലേക്ക് കയറി വരണം. അങ്ങനെ മോശ ദൈവസേനയിൽ 40 പകലും രാവും അവിടെ ചെന്നിരിക്കുകയാണ്. അവിടെ ഒരു മഹായോഗമാണ് കൂടിയത്. ഈ ഒരു ചിന്തയും ദൂതും ഒരു പ്രസംഗ ശൈലിയിലാണ് ഇന്ന് പോകുന്നത്, ശ്രദ്ധിച്ചാൽ. അപ്പോൾ അവിടെ ഒരു മഹായോഗമാണ് കൂടിയത്. ദൈവം അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിലെ കൽപ്പനകൾ കൊടുക്കുകയായിരുന്നു. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബാക്കിയെല്ലാം വിടുന്നു. 10 കൽപ്പന കൊടുക്കുന്നു. ഞാൻ അല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കുകയും ചെയ്യരുത്. ഇതെല്ലാം അവിടെ പറഞ്ഞു ദൈവം കൽപ്പന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ താഴ്വരയിൽ ഒരു കൂട്ടം ജനം നമ്മുടെ അഹരോനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. കാരണം ഒരു കൂട്ടമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ടു വരുന്ന സന്ദർഭത്തിൽ 6 ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു. 12 അധ്യായത്തിൽ കുഞ്ഞുങ്ങൾ ഒഴികെ 6 ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു, കുട്ടികൾ ഒഴികെ എന്ന് പുറപ്പാട് പുസ്തകം 12-ന്റെ 37-38 വചനങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവരുടെ കൂടെ വചനം പഠിപ്പിക്കുന്നു. ഒരു 38-ാമത്തെ വചനം, വലിയൊരു സമ്മിശ്ര പുരുഷാരം ഇവരെ കൂടെ പുറപ്പെട്ടു. ഈ എണ്ണപ്പെട്ടവരെ മാത്രമല്ല, ഒരു സമ്മിശ്ര പുരുഷാരം എന്ന് പറഞ്ഞാൽ ഇടകലർന്ന് ജീവിച്ചവർ. ഇവിടെ നിന്ന് ഇസ്രയേലിൽ നിന്ന്, ഇസ്രയേൽ മക്കളുടെ ഗോത്രത്തിൽപ്പെട്ടവർ അവിടെ നിന്നുള്ള മിസ്രൈമിലെ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അവിടെ നിന്നുള്ള പുരുഷന്മാർക്ക് ഇവിടെ നിന്നുള്ള പെൺകുട്ടികളെ അങ്ങോട്ട് കല്യാണം കഴിക്കാൻ കൂടി, അങ്ങനെ ഒരു മിക്സഡായ ഇങ്ങനെ ഒരു കൂട്ടരും പുറപ്പെട്ടു. അതിനെ സമ്മിശ്ര ജാതി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവരാണ് ഈ യാത്ര മധ്യയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇവരുടെ വഞ്ചനയിൽ പെട്ട് ബാക്കിയുള്ളവരും അതിനകത്ത് കുടുങ്ങിപ്പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നും നോക്ക്, എവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രാർത്ഥനയും വേണം, ഈ ലോകവും വേണം, വിടുതലും വേണം, ഇവിടുത്തെ കാര്യങ്ങളും വേണം, ഇവിടുത്തെ ബന്ധങ്ങളും വേണം, ഇവിടുത്തെ പ്രവൃത്തികളും വേണം. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം, കൈയുടെ കശത്തിരിക്കുന്നത് അത് വീഴാനും പാടില്ല എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്തുമുണ്ട്, ലോകത്തിലുമുണ്ട്. ഇവർക്കാണ് ഇതിനെക്കുറിച്ചുള്ള നിലവിളിയും കരച്ചിലും ഈ ആഭരണം വർജിക്കാൻ അവർക്കിത് ഇടയും വേണം, സ്വർഗത്തിലെ പോകുകയും വേണം എന്നുള്ളത്. അങ്ങനെ ഒരു സമ്മിശ്ര ജാതി അന്നേ പുറപ്പെട്ടു. നമ്മുടെ അഹരോനെ പിടിച്ച് നിർത്തി അവനോട് പറഞ്ഞോ, മോശയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു ദൈവത്തെ നീ ഉണ്ടാക്കി തരണം. അങ്ങനെ അഹരോനാണ് അവർക്കൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവരുടെ കാത്തിൽ കഴുത്തിൽ കിടന്ന എല്ലാം അവർ പറക്കി കൊടുത്തു. അങ്ങനെ അഹരോൻ അതുകൊണ്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അവരുടെ മുമ്പിൽ നിർത്തി. അവർ ഇതാണ് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങി. ഈ സമയം അവിടെ ദൈവം കൽപ്പന കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ മോശ തിരിച്ചു വരുമ്പോൾ ഇവിടെ ആഹ്ലാദവും ആഘോഷങ്ങളും ആരാധനകളും നടക്കുന്ന അത് കാളക്കുട്ടിയുടെ പുറകെ. അന്ന് ദൈവത്തിൻ്റെ വചനം 32-ാം അധ്യായം പുറപ്പാടിൻ്റെ പുസ്തകം 32-ന്റെ 25-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കൊടുത്തു, അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചു വിട്ട് കളയാൻ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശ പാളയത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിൽ ഉള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ലേവിയർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നു കൂടി. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ഒരു ഭയങ്കരപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത്. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവരെ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ കെട്ടടിച്ച് വിട്ടെന്ന. കെട്ടടിച്ച് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും മൂക്ക് ചരട് വട്ടക്കയറും ഒക്കെ ഇട്ട് കെട്ടിയിരുന്നെന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൽ ജനത്തെ നടത്തിക്കൊണ്ടുവരികയായിരുന്നു. അതിനെ അഹരോൻ ജനത്തിൻ്റെ നിർബന്ധ നിമിത്തം അദ്ദേഹം കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കുമാറാക്കി. തമിഴിൽ കൊടുത്തിരിക്കുന്ന വാക്കിങ്ങനെയാണ്,
അഹരോൻ അവരെ നിർവാണികളാക്കിയെന്ന, അവരുടെ വസ്ത്രത്തെ വലിച്ച് അഴിച്ചു വിട്ടെന്ന. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെ ആഴം. അപ്പോൾ തന്നെ മോശ വിളിച്ചു പറഞ്ഞ് യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ലേവ്യരും അവരോട് ചേർന്ന് പലരും ഇഞ്ഞ് മാറി. നമുക്കത് മനസ്സിലാക്കാൻ അന്ന് ഒരു വേർപാട് വന്നു. അന്നു മുതൽ ദൈവം ഈ ആഭരണത്തെ വിട്ടു. കാരണം അഥവാ ആ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം ദൈവം കൊടുത്തത് വെച്ച് അവർ ദൈവങ്ങളെ ഉണ്ടാക്കി നമസ്കരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 33-ാം അധ്യായം പുറപ്പാട് 33-ന്റെ 3-ാമത്തെ വചനം മുതൽ ഇങ്ങോട്ട് വായിക്കുന്നത്, വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. നീ ദുഷ്ടാഠ്യമുള്ള ജനമാകുന്നു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ച് ആരും തൻ്റെ ആഭരണം ധരിച്ചതുമില്ല. ദോഷകരമായ, അവർക്ക് ദോഷം വന്ന വചനം കേട്ടപ്പോൾ അവർ ദുഃഖിച്ചു. ചിലർക്ക് ഇന്ന് ദുഃഖമാണ് മാറ്റുന്നതെന്ന് പറയുമ്പോൾ ദുഃഖിച്ച് ഇടാൻ കിട്ടാത്തതിൻ്റെ ഉള്ള ദുഃഖങ്ങൾ ദുഃഖിച്ച് ആരും തൻ്റെ ആഭരണം ധരിച്ചതുമില്ലെന്ന്. നിങ്ങൾ ദുഷ്ടാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷം നേരം നിന്റെ നടുവിൽ നടന്ന നിന്നെ സംഹരിച്ച് കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണം എന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളയുക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. ഉണ്ടോ? അടുത്ത് പറയുന്ന 6-ാമത്തെ വാക്യം, അങ്ങനെ ഹോരേബ് പർവ്വതത്തിങ്കൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. അവിടെ മുതൽ ആഭരണം ധരിക്കാതെ വന്നു. അപ്പോൾ അന്ന് മുതൽ ഒരു വേർപെട്ട ഒരു അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവജനം വേർപെട്ട് ജീവിച്ചു, ആഭരണം ധരിക്കാതെ വന്നു. പിന്നെ ഇടയ്ക്ക് ദൈവകൽപ്പന ലംഘിച്ച് പലരും ഇതിനെ ധരിക്കുകയും ധരിക്കാതെയൊക്കെ വന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ യെഗസ്കേലിലേക്ക് വരുമ്പോൾ സർവശക്തനായ ദൈവം യെഗസ്കേലിന് ചില വെളിപ്പാടുകൾ ദൈവം കൊടുക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ദൈവത്തോടുള്ള ഒരു ചോദ്യമാണ്, ഞങ്ങളുടെ ജനത്തിന് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്താ? അഥവാ ഞങ്ങളുടെ യെരുശലേം ദേവാലയം തകർന്നു പോകാൻ കാരണമെന്താണ്? നെബൂഖദ്നേസർ ഇടിച്ചു കളയാൻ കാരണമെന്താ? ഞങ്ങൾക്ക് ഈ അനുഭവം വരാൻ എന്താണ്? ഞങ്ങളിങ്ങനെ അടിമയാകാൻ കാരണമെന്താ? ഇങ്ങനെ അവൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം യെഗസ്കേലിന് ചില ദർശനങ്ങളെ കൊടുക്കുന്നത് കാണാൻ കഴിയും. യെരുശലേം ദേവാലയത്തിൽ ദൈവത്തിൻ്റെ മഹത്വം പോയി പോകുന്നതും പുരോഹിതന്മാരടക്കം അവർ വന്ന് അവർ യഹോവയാം ദൈവത്തെ യാഗപീഠത്തിൽ ധൂപം കാട്ടുകയും അനന്തരമായിട്ട് അവരുടെ ഇഷ്ട ദൈവങ്ങൾക്ക് പൂജകൾ കർമ്മങ്ങൾ നടത്തുന്നത്, ധൂപം വീശുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ശ്രദ്ധിക്കുക, 7-ാമത്തെ വചനം 8-7 യെഗസ്കേല് ആ തീക്ഷ്ണതാ ബിംബം കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം അവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛത നീ കാണും എന്ന് പറഞ്ഞാൽ ദൈവം ആലയം വിട്ടു പോകാൻ വേണ്ടി ഇവർ ചെയ്യുന്ന മ്ലേച്ഛത. എന്താണ് മ്ലേച്ഛത? 11 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പേരും ശാബാന്റെ മകനായ യയസന്യാവ് അവരുടെ നടുവിൽ ഓരോരുത്തൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു. ധൂപമേഘത്തിൻ്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹത്തിൻ്റെ മൂപ്പന്മാർ ഇരുട്ടത്ത് ഓരോരുത്തൻ താൻ്റെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ എന്ന് പറഞ്ഞാൽ, ഇവിടെ ദൈവത്തെ ആരാധിക്കുകയും യെരുശലേം ദേവാലയത്തിൽ തന്നെ അവർക്കിഷ്ട ദേവതമാർ ബിംബങ്ങളുണ്ട്, അവിടെ ചെന്ന് അതിനെ ചെന്ന് നമസ്കരിക്കുന്നു. വീണ്ടും പറയും ഇതിലും വലുത് കാണും, നിങ്ങൾ പുറകെ വായിച്ചാൽ മതി. അപ്പോൾ ദൈവത്തെ ആലയത്തിൽ നിന്ന് പുറത്താക്കുന്ന വിധത്തിൽ അവരുടെ ഇടപെടലുകൾ വന്നു.
ഈ സന്ദർഭത്തിൽ അതിനോട് മുന്നോടിയാണ് കർത്താവിൻ്റെ വചനം 7-ാം അധ്യായം 19 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. അവർ തങ്ങളുടെ വെള്ളി വീഥികളിൽ എറിഞ്ഞു കളയും. അവർ തങ്ങളുടെ വെള്ളി വീഥികളിൽ എറിഞ്ഞു കളയും. പൊന്ന് അവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. അതിനാൽ അവരുടെ വിശപ്പടങ്ങയില്ല, അവരുടെ വയറ് നിറയുകയുമില്ല. അത് അവർക്ക് അകൃത്യഹേതു ആയിരുന്നുവല്ലോ. വളരെ ശ്രദ്ധിക്കേണ്ട വാക്ക് ഈ വിഷയം. ആഭരണം ധരിക്കുന്നത് അവർക്ക് അകൃത്യഹേതു, അകൃത്യം, പാപം, ചെയ്യാൻ പാടില്ലാത്തത്. ഹല്ലേലൂയ. അകൃത്യം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന പദങ്ങൾ ദുഷ്കർമ്മമെന്നും ബോധപൂർവമായോ അല്ലാതെയോ ദൈവിക ന്യായപ്രമാണം ലംഘിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. അതിന് അകൃത്യമെന്ന് വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ അകൃത്യത്തെക്കുറിച്ച് നമുക്കറിയാം. വചനം പടി അകൃത്യ നിമിത്തം മരിക്കുമെന്ന ഇരമ്യാവ് 31:30 നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ 3-4 അകൃത്യങ്ങളും 3-4 തലമുറ വരെ ദൈവം അതിനെ ശിക്ഷിക്കുമെന്ന് പുറപ്പാട് 20:5 അകൃത്യം ഏറ്റുപറയണമെന്ന് സങ്കീർത്തനം 32:5 യെഹെസ്കേലിൽ നമുക്ക് കാണാൻ കഴിയും. അകൃത്യം ക്രിസ്തുവിലെ ചുമട്ടിയായിട്ട് യെശയ്യാ 53:6 അകൃത്യങ്ങൾ നിമിത്തം യേശു കർത്താവ് തകർന്നു 53:11 അകൃത്യത്തിന് ശാസന കിട്ടി എന്ന് 2 പത്രോസിൻ്റെ ലേഖനത്തിൽ 2:16 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിലയാം ചെയ്ത അകൃത്യത്തിന് അവനെ ശാസന കിട്ടിയെന്ന്. അവളുടെ അകൃത്യം ഓർത്തിട്ടുകൊണ്ടെന്ന് വെളിപ്പാട് 18:5 അകൃത്യത്തിൽ നിന്നും തിരിക്കുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തി 3:26 എന്ന് പറഞ്ഞാൽ അകൃത്യത്തിന് ശിക്ഷയുണ്ട്. അകൃത്യമെന്ന് ഇവിടെ യെഹെസ്കേലിൽ വിളിച്ചു പറയുന്നത് പാപമാണ്, ഇത് ചെയ്യാൻ പാടില്ലാത്തത്, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ പറയുന്ന അല്പമായിട്ട് എടുത്തു പറഞ്ഞ അവരുടെ വെള്ളി വീഥികളിൽ എറിഞ്ഞ് കളയും എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്ത് ഇതെല്ലാം ചപ്പും ചവറുമായിട്ട് വാരി എറിയുന്ന കാലഘട്ടം വരും. പൊന്ന് അവർക്ക് മലമായി തോന്നുമെന്ന്. ഇന്ന് ഇതെല്ലാം വാരി പറക്കിയിടുന്നത് ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം ഒരു മലമായി തോന്നുമെന്ന്. തമിഴിൽ വേണ്ട വെറുപ്പെന്നാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. ഇവരെ ആശ്രയിക്കുന്ന, ഇവർ ധരിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ നിന്ന് അവർ വിടുവിപ്പാൻ കഴിയില്ല. അപ്പോൾ യഹോവയുടെ പക്ഷം വേറെ, വെള്ളിയും പൊന്നിൻ്റെ പക്ഷം വേറെ. അപ്പോൾ അവരെ വിടുവിപ്പാൻ കഴിയില്ല. അതിനാൽ അവരുടെ വിശപ്പടങ്ങുകയില്ല, അവരുടെ വയറ് നിറയുകയുമില്ല. അത് അവർക്ക് അകൃത്യഹേതുവായിരുന്നുവല്ലോ. അടുത്ത 20 അതുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംഭത്തിനായി പ്രയോഗിച്ചു. അതുകൊണ്ട് അവർ തങ്ങൾക്ക് മ്ലേച്ഛ വിഗ്രഹങ്ങളെയും മലിന ബിംബങ്ങളെയും ഉണ്ടാക്കി. ആകയാൽ ഞാൻ അത് അവർക്ക് മലമാക്കിയിരിക്കുന്നു. കണ്ടോ, ദൈവജനത്തിന് ദൈവം എന്തിരിക്കുക? മലമാക്കിയിരിക്കുന്നു. ഞാൻ അത് അന്യന്മാരുടെ കയ്യിൽ കവർച്ചയായും ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയായും കൊടുക്കും. കണ്ടോ, അന്യന്മാരുടെ കയ്യിൽ കവർച്ചയ്ക്ക്. ഇന്ന് മൊത്തം മോഷണം ഇതിൻ്റെ പേരിലല്ലേ നടക്കുന്നത്. മുന്നേ നമ്മൾ കേരളത്തിൽ വായിച്ചില്ലേ, 2 സ്നേഹിതന്മാർ കാറിലിരുന്ന് പോയിരുന്നു. ഒരുത്തൻ തന്നെ ജുവലറി പൂട്ടിയിട്ട് പോകുമ്പോൾ ജുവലറിയിൽ ആഭരണം കൂടി കൊണ്ടുപോകുമ്പോൾ അടുത്തിരുന്നവൻ ഇത് കണ്ടിട്ട് ഉടനെ അവന് ആഭരണത്തിൽ മോഹം വെച്ചു. ഇവനെ കൂട്ടുകാരനെ ആക്രമിക്കാൻ തുടങ്ങി, ആഭരണത്തിൻ്റെ ഉടയവനെ, ജുവലറി ഉടമയെ. അപ്പോഴാണ് ആ ജുവലറി ഉടമ പറഞ്ഞത്, എന്നെ വിട്, എന്നെ കൊല്ലരുത്, എനിക്കൊരു ദോഷം വരും, നീ ആഭരണമെല്ലാം എടുത്തോ. പക്ഷെ അവൻ വിട്ടില്ല, അവൻ കൊന്നു കളഞ്ഞിട്ടേ എടുത്തോണ്ട് പോയോളൂ. നമ്മുടെ ന്യൂസിലേക്ക് വന്നതാ, അവനെ പിടിച്ചതാ പോലീസ്. അപ്പം ഞാനിത് പറയുന്നത്, ഇതെല്ലാം ദൈവം കൊടുത്തിന് അന്യന്മാരുടെ കയ്യില്ല, അതുപോലെ തന്നെ ദുഷ്ടന്മാരുടെ കയ്യിലാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുക. ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയായും ദൈവം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ദൈവം മാറ്റിയതിന് നാം ധരിച്ചുകൊണ്ട് നടക്കുന്നത് ഒരിക്കലും യോഗ്യമായിട്ടുള്ള കാര്യം അല്ല.
മാത്രമല്ല ആരംഭത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലെ സ്വരൂപത്തിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. സാത്താന്യ സാദൃശ്യത്തിലേക്കും സ്വരൂപത്തിലേക്ക് നാം വഴുതി വീഴരുത്. ഇത് പിശാചിൻ്റെ ഒരു പ്രത്യേക തന്ത്രമാണ്. ഹല്ലേലൂയ. അപ്പോൾ മറ്റൊരു വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. വെളിപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം, ഒരു സെക്കൻഡ്, 17-ാം അധ്യായത്തിൽ 1 മുതൽ, പിന്നെ 7 കലശമുള്ള ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യവൃത്തി ചെയ്തു തൻ്റെ വേശ്യവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കി കളഞ്ഞവളായി പെരുവെള്ളത്തിൽ മീതെ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന. ആ കൊണ്ടുപോയത് എങ്ങനെയെന്നറിയാം? യോഹന്നാനെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണ നാമങ്ങൾ നിറഞ്ഞ കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്ര വർണ്ണവും കടും ചുവപ്പു നിറവും ഉള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേശ്യവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നു. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതയുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിമേൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തം യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കും ഞാൻ കണ്ടു. ഈ മൃഗത്തിൻ്റെ മേലിരിക്കുന്ന ഈ സ്ത്രീ ധരിക്കുന്നതാണ് ഈ പൊന്നും കടും ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി. ദൈവമക്കളെ, ഇത് എതിർ ക്രിസ്തുവിൻ്റെ ഭാര്യയാണ്. അവൾ ധരിച്ചിരിക്കുന്നതാണ്. വചനം പഠിപ്പിക്കുന്നത് ഇത് ധരിക്കുന്നവരുടെ മാതാവ് പ്രസംഗ ഭാഷയെ പറഞ്ഞ ഇവളാണ്. ഹല്ലേലൂയ. മറ്റൊരു വിധത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയെ നിങ്ങൾ നോക്കി 19-ാം അധ്യായം അതിൽ 7 മുതലുള്ള വചനങ്ങൾ, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. വെളിപ്പാട് പുസ്തകമാണ് 19:7. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയെ തന്നെത്താനും ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളിൽ തന്നെ. അല്ലോ, കർത്താവിൻ്റെ മണവാട്ടി ധരിച്ചിരിക്കുന്നത് എന്താ? എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടി ധരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് റോൾ മോഡലാണ്, ആരെയാണ് നമ്മൾ പിന്തുടരുന്നത്, ഏത് മോഡലാണ് സ്വീകരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ മോഡലിലേക്ക് വരണമെങ്കിൽ ശുദ്ധവും ശുഭ്രമായ വിശേഷ വസ്ത്രം, അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ നല്ലത് ചെയ്യാൻ, നല്ലത് പ്രവർത്തിക്കാൻ തയ്യാറാകണം. വചനത്തിലൂടെ പറയട്ടെ, അവിടെ വേശ്യയായ മഹതിയാം ബാബിലോൺ, ആ വേശ്യ വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് കണ്ടെന്ന്. അഥവാ സ്ത്രീയാണ് ഇതെല്ലാം ധരിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, ഏത് വേണോ ധരിക്കാം എന്ന് ഞാൻ ഇത് പറയുന്നത് കർത്താവിൻ്റെ വചനം പറയുന്നത് എന്നറിയാം. ഹല്ലേലൂയ. ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഏത് വേണോ ധരിക്കുക എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകം 22:11 മുതൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞാൽ നിനക്ക് ധരിക്കാതിരിക്കാം. പക്ഷേ ദൈവവചനത്തിന് മാറ്റം വരില്ല. ദൈവവചനം ഒരിക്കലും മാറിപ്പോകുന്നതല്ല. ഇത് ദൈവത്തിൻ്റെ സന്നിധി എന്നേക്ക് സ്ഥിരമായിരിക്കുന്നതാണ്. കഴിഞ്ഞ വചനത്തിൽ നമ്മൾ കേട്ടു, യേശു പിതാ നമ്മുടെ രക്ഷകനും കർത്താവായ ദൈവത്തിൻ്റെ കൽപ്പനയും യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയും അനുസരിച്ചാണ് തിമോഥെയോസിന് ലേഖനം എഴുതിയത്. അന്ന് ലലുയ അപ്പോസ്തലനായ പൗലോസിലൂടെ വ്യക്തമാക്കി, ഇത് ലലുയ ഇന്നത് കൊണ്ടല്ല ധരിക്കേണ്ട കാര്യം ഇന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ്
അതിലേക്ക് വരാത്തത്. ദൈവനാമത്തിൽ പറയട്ടെ, ഇത് എന്തിനെ കുറിക്കുന്നു? വേദപുസ്തകം പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ വേർപെട്ടൊരു ജീവിതം, വിശുദ്ധമായ ഒരു ജീവിതം, അങ്ങനെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത നിശ്ചയമായി ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ചിലർ പറയും ഇത് അപ്പച്ചന്മാരുടെ അബദ്ധമാണെന്ന്. ഒരു ചിന്തയും കൂടി നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കാലഘട്ടത്തിൽ പിതാക്കന്മാരെക്കുറിച്ച്, അവരുടെ ശുശ്രൂഷകളെക്കുറിച്ചും, അവർ വലിയ പ്രവാചകന്മാരായിരുന്നു, അവരവിടെ പോയപ്പോൾ ഇന്നത് സംഭവിച്ചു, അത് സംഭവിച്ചു, ഭയങ്കര വിശുദ്ധരായിരുന്നു, പല രോഗികളെ സൗഖ്യമായി, ഹോസ്പിറ്റലിൽ വിട്ട വിഷയങ്ങൾ കൊണ്ടിട്ട് പ്രാർത്ഥിച്ച് വിടുതലായി, അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളെ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ച പറയുന്നവരും ശ്രദ്ധിക്കണം. അവർ വിട്ടതിനെ, അവർ വേർപെട്ട് വന്ന വേർപാട്, അവർ കളഞ്ഞതിനെ ഇന്ന് പറക്കിയെടുത്തുകൊണ്ട് നടക്കുക. എന്നിട്ട് പറയാണ് അവർ കാണിച്ചത് അബദ്ധമാണെന്ന്. മനസ്സിലാക്കണം. അന്നത്തെ ശുശ്രൂഷ ഇന്ന് നോക്ക്, അന്നത്തെ ശുശ്രൂഷ ഇന്നത്തെ ശുശ്രൂഷ നോക്ക്, അന്നത്തെ വിശുദ്ധിയും വേർപാട് ഇന്നത്തെ വേർപാട് അനുഭവം നോക്ക്. ഞാനൊരു ഒന്ന് താരതമ്യപ്പെടുത്തി പറയാം. അന്ന് പിതാക്കന്മാർ കഴിക്കാൻ ആഹാരമില്ല, കുടിക്കാൻ വെള്ളമില്ലാതെയും കയറിക്കിടപ്പാടമില്ലാതെയും കുടുംബത്തിൽ നിന്നൊക്കെ അടിച്ചിറക്കി വിട്ടപ്പോഴും അവർ ഈ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ലോകത്തെ ഉള്ളതിനെയും വർജിച്ചു. എന്നിട്ട് അവർ കർത്താവിൻ്റെ മുഖത്ത് നോക്കി യാത്ര തിരിച്ചു. ഹല്ലേലൂയ. ചിലർ ചിന്തിക്കുന്നത് പോലെ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഒരു സ്നാനത്തിന് വേണ്ടി ഒരു പൊട്ടിൻ്റെ പേരിൽ, ഒരു കമ്മലിൻ്റെ പേരിൽ, ഒരു മാലയുടെ പേര് പറഞ്ഞ് അന്ന് സ്നാനം കൊടുത്തില്ല, തിരുമേശ കൊടുത്തില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ രക്ഷയെ ഒരു ആഭരണത്തിൻ്റെ പേര് പറഞ്ഞ്, പൊട്ടിൻ്റെയോ അല്ലെങ്കിൽ താലിമാലയുടെ പേര് പറഞ്ഞ് ഒരു മനുഷ്യൻ്റെ രക്ഷയെ തടഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ഇറങ്ങേണ്ടതല്ലേ? അവർ ചെയ്തത് തെറ്റാണെങ്കിൽ, വളരെ അഭിഷേകത്തിന് ദൈവകൃപയിൽ നിന്നവർ അവർ ചെയ്തത് തെറ്റാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടവരല്ലേ? എങ്കിൽ ഇന്ന് ചെയ്യുന്നവരുണ്ടല്ലോ, ആഭരണങ്ങളിട്ട് സ്നാനം കൊടുക്കുന്നവരുണ്ട്, വിവാഹം നടത്തി കൊടുക്കുന്നവരുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന. എങ്കിൽ ഇന്നത്തെ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇവർ ചെയ്യുന്നത് ശരിയാണ്. ഒരാളെ കൂട്ടാൻ വേണ്ടി ചെയ്യുന്നില്ലേ, അത് ശരിയാണ്. പക്ഷേ ദൈവനാമത്തിൽ പറയട്ടെ, പിതാക്കന്മാർ ചെയ്തത് ശരിയാണെങ്കിൽ, തിരുവചനപ്രകാരം അവർ വേർപെട്ട് വന്നത്, അവർ വേർപാട് അനുഷ്ഠിച്ചത് ശരിയാണെങ്കിൽ, ഇന്നത്തെ ഉള്ളവർ ചെയ്യുന്നത് തെറ്റാണെന്ന് മറക്കരുത്. അവരുടെ മേലുള്ള ശുശ്രൂഷ അതെല്ലാം നമുക്ക് ഓക്കെ. പക്ഷേ അവർ വിട്ടു വന്ന വേർപാട്, അവർ ക്രമീകരിച്ച ക്രമീകരണം, അത് നമുക്ക് വേണ്ട, നമുക്കല്ലാതെ മതി. ദൈവനാമത്തിൽ പറയട്ടെ, എല്ലാവരും ഒരു ദിവസം ക്രിസ്തുയേശുവിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. അതുകൊണ്ട് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിപ്പാൻ ക്രിസ്തുയേശുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു വരെ. ഒന്നുകൂടി എടുത്തു പറയട്ടെ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ പിശാച് തന്ത്രപരമായി അവനെ ഏതിനാൽ ഉണ്ടാക്കിയോ ആ സാദൃശ്യത്തിലേക്കും സ്വരൂപത്തിലേക്കും ജനത്തെ വഴിതെറ്റിച്ചു കൊണ്ടുപോയി. ഒരിക്കൽ തെങ്കാശി എന്ന് പറഞ്ഞ തമിഴ്നാട് തെങ്കാശി ആ ഭാഗത്തിൽ ഒരു ചർച്ചിൽ 3 ദിവസത്തെ ഉപവാസപ്രാർത്ഥന നടക്കുകയായിരുന്നു. കൃപയാൽ അവിടെ മീറ്റിങ്ങിന് പോയി. അവിടെ ചെന്ന് പകൽ സെക്ഷൻ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് അന്ന് ചില ദൈവത്തിൻ്റെ പ്രവർത്തികൾ ദൈവം ചെയ്തു. എന്നിട്ട് ഞാൻ രാത്രി വന്ന് റൂമിൽ എനിക്ക് തന്ന ഗസ്റ്റ് റൂമിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇവിടുത്തെ വിഷയം എന്താണ്, ഇവിടുത്തെ വിഷയത്തെ ദൈവം വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് വിശ്രമിച്ച് രാത്രി എന്നെ ദൈവം ഒരു ദർശനം കാണിച്ചു. അത് ഇത്തിരി ആഴമേറിയ ദർശനമായിരുന്നു. ലോകത്തിൻ്റെ അവസാനവും എതിർ ക്രിസ്തുവിൻ്റെ വരവും അവൻ്റെ പ്രവൃത്തികളുമാണ്. അന്ന് ദൈവാത്മ കാണിച്ചതിൽ 1-2 കാര്യങ്ങൾ എടുത്തു പറയട്ടെ. ഈ എതിർ ക്രിസ്തു പലരെയും അവൻ്റെ വലയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നു.
അനേക സഹോദരിമാരെ അവൻ്റെ വലയിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇതിൻ്റെ നടുവിൽ വേർപെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടു, ഒരു സഹോദരി. അപ്പോൾ രണ്ടുപേരും നിൽക്കുന്ന അതിൽ ഒരാളിനെ അവൻ്റെ വലയിൽ പെടുത്തി കൊണ്ടുപോയി. എന്നിട്ട് ആ എതിർ ക്രിസ്തു ഈ സഹോദരി മാറി നിൽക്കുന്ന സഹോദരിയോട് വന്ന് പറയുകയാണ്, നിന്റെ വിശുദ്ധിയും വേറെ നീ അത് വിട്ട് കളഞ്ഞ, നിനക്ക് എൻ്റെ കൂടെ സന്തോഷിച്ചുകൂടെ? അന്ന് ഞാൻ നോക്കിയപ്പോൾ ഈ സഹോദരി അതിനെ സമ്മതിച്ചില്ല. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഹൃദയം കൊണ്ട് സമ്മതിക്കാത്തോടത്തോളം പക്ഷം പിശാചിന് നിന്നെ തകർക്കാൻ കഴിയില്ല, നിന്നെ മലിനപ്പെടുത്താൻ കഴിയില്ല, നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. നീ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന കാലം. ഞാൻ നോക്കുമ്പോൾ ആ സഹോദരിയുടെ മുമ്പിൽ കൊണ്ടിട്ട ഇവന് മറ്റൊരു വ്യക്തിയെ നശിപ്പിക്കുന്നത്. അപ്പോൾ അന്ന് ദൈവാത്മാവ് എന്നെ വെളിപ്പെടുത്തിയ രണ്ട് കാര്യം, ലോകത്തിൽ പാപവും കള്ളത്തരവും വർദ്ധിക്കുവാണ്. പാപവും ജഡിക അശുദ്ധിയും അതുപോലെ തന്നെ കള്ളത്തരവും അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഇവ രണ്ടും ഭൂമിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും മറുഭാഗത്തിൽ ഈ എതിർ ക്രിസ്തു ഞാൻ നോക്കിയപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ഒരു വലിയൊരു കൂട്ടം ജനത്തിൻ്റെ കൂടെയാണ് ഇവൻ നിൽക്കുന്നത്. ഇവനും വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അവരെ കൂടെ നിൽപ്പുണ്ട്, അവരെല്ലാവരും പാടുന്നു, ആരാധിക്കുന്നു, അവരുടെ ഇടയിൽ ഇവനുണ്ട്. അല്പം ഞാൻ മാറി ദർശനത്തിൽ കാണുന്ന ഒരു ചെറിയൊരു കൂട്ടം വെള്ള വസ്ത്രം ധരിച്ച ഒരു കൂട്ടത്തെ ഞാൻ കണ്ടു, അവർ മാറി നിൽപ്പുണ്ട്. അപ്പോൾ ഈ എതിർ ക്രിസ്തു അവരുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോൾ അവരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ അവൻ തിരിച്ചു ഓടി. അപ്പോൾ ഞാൻ ദർശനത്തിൽ ദൈവമേ, ആ കൂട്ടരുടെ മുമ്പിൽ ഇവനെ നിൽക്കാൻ കഴിയാതെ അവൻ തിരിച്ചു ഓടിയത്. അപ്പോൾ ഞാൻ അവരെ വീക്ഷിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് യേശുവ് രക്തം ചെയ്യും, യേശുവ് രക്തം ചെയ്യും, യേശുവ് രക്തം ചെയ്യും എന്ന് ഒരു കൂട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ള ധരിച്ച ആൾക്കാർ. ഇപ്പുറത്ത് വലിയൊരു കൂട്ടം നിൽപ്പുണ്ട്. പക്ഷേ ഈ കൂട്ടത്തിൽ ഇവൻ കൂടി അവരുമായിട്ട് ഉല്ലസിച്ചു കൊണ്ടിരിക്കുക. ദൈവമക്കളെ, എവിടെയും ഒരു കൂട്ടം ഉണ്ട് കേട്ടോ. ലളിയ ബുദ്ധി ഉള്ളവരും ബുദ്ധി ഇല്ലാത്തവരുമുണ്ട്. നീ ആരാണെന്നും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനായി ദൈവവചനപ്രകാരം ജീവിച്ച ദൈവരാജ്യത്തിൽ പോകാൻ കഴിയും. ഇതെല്ലാം കഴിഞ്ഞ് ചില വിഷയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അതിനോട് കാണിച്ചു. അത് നിങ്ങളോട് പരസ്യമായിട്ട് പ്രസ്താവിക്കാൻ കഴിയത്തില്ല. അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ഇതെല്ലാം കണ്ട് എനിക്ക് വളരെ ഭാരമുണ്ടായി. അന്ന് ആ സഭയുടെ വിഷയങ്ങൾ ദൈവാത്മ കാണിച്ചു. ആ ഞായറാഴ്ച, വെള്ളി, ശനി, ഞായർ അവിടെ ശുശ്രൂഷിച്ച് ഞാൻ തിരിച്ചു വരുമ്പോൾ തിരുനെൽവേലിയിൽ നിന്ന് നാവറുകോലിലേക്കുള്ള ഒരു ബസ്സിന് വരികയായിരുന്നു. N210 ബസ് എന്ന് പറഞ്ഞാൽ തിരുനെൽവേലിയിൽ നിന്ന് എടുത്താൽ നാവറുകോലെ നിർത്തത്തുള്ളൂ. ആ ബസ്സിലിരിക്കുമ്പോൾ ഞാൻ എന്നെ ദൈവാത്മ കാണിച്ച ദർശനം അതിന് ഞാൻ ഓർത്തു, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഈ എതിർ ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ദോഷങ്ങൾ ഭൂമി അവൻ നശിപ്പിക്കുന്ന, ദൈവജനത്തെ നശിപ്പിക്കുന്ന, വഞ്ചിക്കുന്നത്, അവൻ്റെ തന്ത്രങ്ങൾ. അങ്ങനെ ചിന്തിച്ച് ഭാരപ്പെട്ടു വരുമ്പോൾ ഞാൻ ബസ്സിലിരുന്ന് ഒരു ദൈവശബ്ദം കേട്ടത് ഇങ്ങനെയാണ്, എതിർ ക്രിസ്തു എല്ലാ സഭയിലും വ്യാപരിച്ചു വന്നു. എതിർ ക്രിസ്തു എല്ലാ സഭകളിലും വ്യാപരിച്ചു വന്നു. അപ്പോൾ എനിക്ക് വല്ലാതെ മാനസികമായിട്ട് എനിക്കൊരു പ്രയാസം, ആഴമേറിയ ഒരു വേദന ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞ് ഞാൻ യാത്ര ചെയ്തു. ഞാൻ നാട്ടിലെത്തി. ഞാൻ തിരുവട്ടാറാണ് ശുശ്രൂഷിക്കുന്നത്. ഇവിടെ വെള്ളിയാഴ്ച ആരാധനയുടെ അന്ന് കുറച്ച് സഹോദരിമാരാണ് വന്നത്, അമ്മമാരൊക്കെ വന്നു. സാധാരണ ആരാധന നടക്കുന്നത് പോലെ 2 പാട്ടുപാടി ആരാധിച്ചു. 2 പേർക്ക് പ്രാർത്ഥിക്കാൻ കൊടുത്തു. 2 പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബസ്സിൽ വെച്ച് കേട്ട ശബ്ദം എനിക്ക് ഓർമ്മ വന്ന, എതിർ ക്രിസ്തുവിൻ്റെ വ്യാപാരം എല്ലാ സഭകളിലും വ്യാപരിച്ചെന്ന്. അപ്പോൾ ഉടനെ എൻ്റെ ഒരു ചിന്ത വന്നു, അങ്ങനെയെങ്കിൽ ദൈവാത്മ പറഞ്ഞ സത്യമാണെങ്കിൽ എൻ്റെ ചർച്ചിലും കാണും. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ദൈവം പറഞ്ഞത് സത്യമാണെങ്കിൽ അതെങ്കിൽ എനിക്കിന്ന് കാണണം എന്ന് ഞാൻ ദൈവത്തോട് 1-2 വാക്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിന്നുകൊണ്ട്. അപ്പോൾ സഹോദരിമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചെയറെടുത്തിട്ട് അവിടെ ഫ്രണ്ടിലിരുന്നോ. ഉടനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ്, നീ ബസ്സിൽ വെച്ച് പറഞ്ഞത് സത്യമാണെങ്കിൽ എനിക്കിന്ന് കാണണമെന്ന് പറഞ്ഞ് ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവമക്കളെ, അധിക സമയമൊന്നും ആയില്ല. അവിടെ ഇരുന്ന സഹോദരിമാരുടെ മേലും 1/4 പേരുടെ മേലും ഈ എതിർ ക്രിസ്തുവിൻ്റെ വ്യാപാരം വെളിപ്പെട്ടങ്ങ് വന്നു.
ചിലർ കൈവശം എടുത്ത് വെളിയിൽ കളയുന്നു. ചിലർ അല്ലാതെ ആടി അഴിഞ്ഞ് അങ്ങ് എടുത്ത് മറിയുന്നു. അന്ന് ഞാൻ ദൈവസന്നിധിയിൽ സറണ്ടറായി. കർത്താവേ, ഞങ്ങളുടെ ചർച്ചിലും കയറി. നമ്മൾ പുറത്തു കിടന്ന് ചിലതിനെ വെട്ടിച്ചെത്താൻ വേണ്ടി നോക്കുമ്പോൾ നാം ആയിരിക്കുന്ന സഭയ്ക്കകത്ത് അവൻ കയറി എന്നുള്ള കാര്യം മറക്കരുത്. നമ്മുടെ കുടുംബത്തിനകത്ത് അവൻ കയറി എന്നുള്ള കാര്യം മറക്കരുത്. ഈ ദിവസങ്ങൾ ഇത് ഭാരത്തോടെ ദൈവഭയത്തോടെ എടുത്തു പറയുന്നതിൻ്റെ കാര്യം വചനം പഠിപ്പിക്കുന്നു. എല്ലാത്തിനും ഒരവസാനം വന്നെത്തിയിരിക്കുന്നു. ആയതിനാൽ സുബോധമുള്ളവരായി, തെറ്റിപ്പോകാതെ, ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ ആടി ഉലഞ്ഞു പോകാതെ, ദൈവത്തെ ഭയപ്പെട്ട് വിശുദ്ധിയോട് വേർപാടോട് ജീവിച്ച ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സാത്താന്യ അവൻ്റെ സ്വഭാവത്തിലേക്ക്, അവനെ സൃഷ്ടിച്ച അവൻ്റെ സാദൃശ്യത്തിലേക്ക്, സ്വരൂപത്തിലേക്ക് പോകാതെ, കർത്താവ് പറഞ്ഞതുപോലെ ദൈവത്തിനുള്ള ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും കൊടുപ്പി. അതുപോലെ കർത്താവിൻ്റെ സനിയിൽ നമുക്ക് ദൈവവചനപ്രകാരം വിധേയപ്പെടാം. നാളെടുത്തു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.